നമസ്കാരം. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ജൂൺ മാസത്തിൽ പറഞ്ഞത് അമേരിക്കയെ വിശ്വസിക്കാനാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നായിരുന്നു. അത് തന്നെയാണ് യാഥാർത്ഥ്യവും. അമേരിക്കയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചതിന്റെ പ്രഹരമാണ് ഖത്തർ ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വിശ്വസനീയമായ കൂട്ടാളികളിൽ ഒരാളായി ഖത്തർ കണക്കാക്കപ്പെട്ടിരുന്നു. സാമ്പത്തിക മേഖലയിലും ഊർജ്ജ വിപണിയിലും സുരക്ഷാ ബന്ധങ്ങളിലും നയതന്ത്ര രംഗങ്ങളിലും അമേരിക്കയോടൊപ്പം ചേർത്ത് പ്രവർത്തിച്ച രാജ്യം തന്നെയാണ് ഖത്തർ. പക്ഷേ ആ ഖത്തറിന് അമേരിക്ക നൽകിയ പണി എട്ടിൻ്റേതാണ് എന്ന് മാത്രം. അൾട്രാ സമ്പന്നമായ പ്രകൃതിവാതക സംഭരണികളുള്ള ഖത്തർ അമേരിക്കയുടെ തന്ത്രപ്രധാന പങ്കാളിയായി പ്രവർത്തിച്ചു പോന്നു. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളിൽ മുതൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടം വരെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈകോർത്ത് പ്രവർത്തിച്ചു. ദോഹയിലെ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദ് ഈ സഹകരണത്തിന്റെ ശക്തമായ പ്രതീകം കൂടിയായിരുന്നു. എന്നിരുന്നാലും ഇന്നിപ്പോൾ ലോകം കാണുന്നത് മറ്റൊരു മുഖമാണ്. വിശ്വാസത്തിന്റെ മുഖംമൂടി അഴിച്ചുമാറ്റിയ ഒരു വഞ്ചനയുടെ മുഖം. ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരായ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മുൻപായി അമേരിക്കയ്ക്ക് ആ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഖത്തറിന് വേണ്ട മുന്നറിയിപ്പ് നൽകി സഹായിക്കാതെ മൗനം പാലിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് വെറും നയതന്ത്ര പരാജയം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ ചതി കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഖത്തറിനെ അമേരിക്കയുടെ കൂട്ടാളിയായി നിലനിർത്താനുണ്ടായ കാരണം പലതുമാണ്. മിഡിൽ ഈസ്റ്റിൽ സ്ഥിരത നിലനിർത്താനുള്ള അമേരിക്കയുടെ താൽപര്യമാണ് അതിൽ പ്രധാനപ്പെട്ടത്. പ്രകൃതിവാതക വിപണിയെ നിയന്ത്രിക്കാനുള്ള സാമ്പത്തിക ലാഭവും ഭീകരതയ്ക്കെതിരായ കൂട്ടായ പോരാട്ടങ്ങളും കൂടാതെ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ സ്വാധീനത്തെ ചെറുക്കാനുള്ള സൈനിക ആവശ്യങ്ങൾ തുടങ്ങിയവ അമേരിക്കയെ ഖത്തറിനോട് ചേർത്ത് നിർത്തി. ഖത്തറും അമേരിക്കയോടൊപ്പം തന്നെ നിലനിന്നു. അമേരിക്കയുടെ ഉറ്റതോടൻ ഇസ്രായേൽ ഗാസയിൽ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യാൻ പലപ്പോഴും അറബ് രാജ്യങ്ങൾ മടിച്ചതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അവരെല്ലാവരും അമേരിക്കയുമായി മികച്ച ബന്ധം പുലർത്തിപ്പോന്നു. എന്നാൽ ഖത്തറിനോട് ഇസ്രായേൽ ചെയ്ത നന്ദികേട് നമുക്ക് സംസാരിക്കാതിരിക്കാനാകില്ലല്ലോ അല്ലേ? നിരവധി വർഷങ്ങളായി അമേരിക്ക ഖത്തറിന് സുരക്ഷാ ഉപകരണങ്ങളും പരിശീലനവും നൽകി നയതന്ത്ര പിന്തുണ നൽകിയിട്ടുണ്ട്. US കോൺഗ്രസിലും വൈറ്റ് ഹൗസിലും ഖത്തറിനോടുള്ള സൗഹൃദത്തിന്റെ കഥകൾ അവർ ഉയർത്തി പറഞ്ഞു. എന്നാൽ അതേ അമേരിക്ക തന്നെയാണ് അവസരം വന്നപ്പോൾ സ്വന്തം കൂട്ടാളിയുടെ സുരക്ഷയെ അവഗണിച്ചത്, ആക്രമണത്തിനിരയാക്കാൻ വഴിയൊരുക്കിയത്. ഇത് വെറും നയതന്ത്രമായ തെറ്റോ അല്ലെങ്കിൽ വിവര കൈമാറ്റത്തിലെ വീഴ്ചയോ അല്ല. ഖത്തറിനെ ഉപേക്ഷിച്ച അമേരിക്കയുടെ നിലപാട് തന്നെയാണ്. സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രാദേശിക ശക്തി കൈയടക്കാനുള്ള രാഷ്ട്രീയ കുതന്ത്രം നടപ്പാക്കുന്നതിനായി കൂട്ടാളിയുടെ സുരക്ഷ പോലും അവർ കണക്കിലെടുത്തില്ല. ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതി ഇടുന്നു എന്ന് പറയുമ്പോഴേക്കും ഖത്തറിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക അവിടെ മൗനം പാലിച്ചു. നിങ്ങൾ പോയി തീയിട്ടോളൂ എന്ന് മൗനസമ്മതം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് ലഭിച്ചതുകൊണ്ടാണ് ഖത്തറിൽ ഇങ്ങനെയൊരു ആക്രമണം നടന്നത് പോലും. ഈ വഞ്ചനയുടെ മറ്റൊരു ഗൗരവകരമായ ദോഷം ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടും എന്ന് തന്നെയാണ്. മനുഷ്യാവകാശം, ജനാധിപത്യം, സുരക്ഷാ സഹകരണം എന്നീ വാക്കുകൾ വർഷങ്ങളായി അമേരിക്ക പ്രചാരണം നടത്തിയെങ്കിലും യഥാർത്ഥത്തിൽ ലാഭം കുറഞ്ഞാൽ കൂട്ടാളികളെ ഉപേക്ഷിക്കുന്ന സമീപനം തന്നെയാണ് അമേരിക്കയുടേത്. ഖത്തർ അതിന്റെ അവസാനത്തെ ഇരയായി എന്ന് മാത്രം. ഇത് ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചുള്ള അമേരിക്കയുടെ പ്രസംഗങ്ങളെ വീണ്ടും വെറും പ്രഹസനമാക്കി മാറ്റിയിരിക്കുന്നു. ഖത്തറിന് നേരെയുണ്ടായ ഈ ആക്രമണം സുരക്ഷയെ മാത്രമല്ല, അന്താരാഷ്ട്ര വിശ്വാസ്യതയെ തന്നെ ബാധിച്ചിരിക്കുന്നു. ദീർഘകാലം അമേരിക്കയുടെ വിശ്വസ്ത കൂട്ടാളിയായി നിന്ന രാജ്യത്തെ ഉപേക്ഷിക്കുന്നത് ഭാവിയിൽ ഏതു രാജ്യത്തിനും അമേരിക്കയുമായി കൈകോർക്കുന്നതിനുള്ള ഭീഷണിയായി മാറും. സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ അവയുടെ അടിസ്ഥാന വിശ്വാസമാണെന്ന് ലോകം മനസ്സിലാക്കുന്നു. വിശ്വാസം തകർന്നാൽ രാഷ്ട്രീയ ബന്ധങ്ങൾ നിലനിൽക്കില്ല. ഇത്തരം വഞ്ചനകൾ അമേരിക്കയുടെ ആധിപത്യത്തിന്റെ തകർച്ചയ്ക്കാണ് വഴി തുറക്കുക. സാമ്പത്തിക ലാഭം, ആയുധ വ്യാപാരം, രാഷ്ട്രീയ സ്വാധീനം തുടങ്ങിയ ചെറിയ ലക്ഷ്യങ്ങൾക്കായി രൂപപ്പെടുത്തിയ കൂട്ടുകെട്ടുകൾ ദീർഘകാലത്തെ ബന്ധങ്ങൾ തന്നെ തകർത്ത് കളയും. തന്നെക്കാൾ ശക്തരായവർ മറ്റാരുമില്ല എന്ന അമേരിക്കയുടെ അഹങ്കാരത്തിൽ നിന്നാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ ഉത്ഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അറബികൾ ഒരുമിച്ച് നിന്നാൽ തീരാവുന്നത് മാത്രമേ ഉള്ളൂ അമേരിക്കയുടെയും അമേരിക്കയുടെ വാലായി നിൽക്കുന്ന ഇസ്രായേലിന്റെയും ഭാവി. അഹങ്കാരം നയിച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾ അവസാന ശക്തി എന്ന പേരിൽ നടത്തുന്ന കുതന്ത്രത്തിന്റെ പരാജയത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് പറയാതിരിക്കുന്നില്ല. ഖത്തർ തന്റെ സുരക്ഷയും അന്താരാഷ്ട്ര ബന്ധങ്ങളും സംരക്ഷിക്കാൻ പുതിയ കൂട്ടായ്മകൾ അന്വേഷിക്കും. ലോകം മുഴുവൻ ഈ സംഭവത്തിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് പഠിക്കും. ലാഭം കുറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടാം, ശക്തി കുറഞ്ഞാൽ ഒറ്റപ്പെട്ടുപോയേക്കാം. ഭാവിയിൽ നീതിയും വിശ്വാസ്യതയും മുൻനിർത്തിയുള്ള ബന്ധങ്ങൾ അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്.
ഖത്തർ നിങ്ങൾക്കും തെറ്റുപറ്റി. നിങ്ങളുടെ ഉറ്റ ചെങ്ങാതി ഇറാനൊപ്പം നിൽക്കുക എന്നതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അമേരിക്ക എന്ന കാട്ടുകള്ളനെ വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നുപെട്ടത്. അവസാനമായി പറയുകയാണെങ്കിൽ അമേരിക്ക ഖത്തറിനോട് ചെയ്തതൊരു സാധാരണ രാഷ്ട്രീയ നീക്കം മാത്രമല്ല, അതൊരു വലിയ ചതിയാണ്. പ്രാദേശിക ശക്തിയെ നിയന്ത്രിക്കാനുള്ള താല്പര്യം സ്വന്തം കൂട്ടാളിയുടെ സുരക്ഷയെ പോലും ത്യജിക്കാൻ തയ്യാറാക്കി. ആഗോള രാഷ്ട്രീയത്തിൽ സ്വന്തം മുഖം കളങ്കപ്പെടുത്തിയാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കുമെന്നതിൽ സംശയമില്ല. അമേരിക്കയുടെ ശക്തി ഇനിയും കുറഞ്ഞേക്കാം. എന്നാൽ ലോകം ഈ ചതി ഓർത്തുവെക്കും. ഖത്തറിന് നേരെയുണ്ടായ ഈ ആക്രമണം ആഗോള രാഷ്ട്രീയത്തിൽ വിശ്വാസവും ഉത്തരവാദിത്വവും എത്ര പ്രധാനമാണെന്ന് തെളിയിച്ച ഒരു നിർണായക ഘട്ടമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഇസ്രായേലിന് വേണ്ടി അറബ് ജനതയെ ചതിക്കുകയാണ് അമേരിക്ക ചെയ്തത് എന്നത് ഇനി മറച്ചുവെക്കാനാകാത്ത സത്യമാണ്. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിന്റെ ഏറ്റവും ദാരുണമായ ഉദാഹരണമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. മനുഷ്യാവകാശവും നീതിയും ജനാധിപത്യവും ഉയർത്തിപ്പറഞ്ഞ് ലോകത്തോട് മഹത്തായ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ അമേരിക്ക യഥാർത്ഥത്തിൽ സ്വന്തം സ്വാർത്ഥതയ്ക്കായി അറബ് ജനതയെ പോലും ഉപേക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ കളിച്ചിരിക്കുന്നത്. ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അതിനെക്കുറിച്ചുള്ള വിവരം അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ആ വിവരം കൈവശമുണ്ടായിരുന്നിട്ടും സ്വന്തം കൂട്ടാളിയായ ഖത്തറിനെയും വ്യാപകമായ അറബ് ജനതയെയും സംരക്ഷിക്കാൻ അമേരിക്ക തയ്യാറായില്ല. സുരക്ഷയുടെയും സഹകരണത്തിന്റെയും പേരിൽ അടുത്തുനിന്ന ഖത്തറിനെ ആക്രമണത്തിനിരയാക്കാൻ അനുവദിച്ച ഈ നടപടി അറബ് ലോകത്തോടുള്ള വഞ്ചനയാണ്. അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം വ്യക്തമാണ്: ഇസ്രായേലിനെ സംരക്ഷിക്കുക, മിഡിൽ ഈസ്റ്റിലെ അധികാര സന്തുലിതത്വം സ്വന്തം നിയന്ത്രണത്തിൽ തുടരുക, സാമ്പത്തിക ലാഭവും ആയുധ വ്യാപാരവും ഉറപ്പാക്കുക. ഈ ലക്ഷ്യങ്ങൾക്കായി പ്രദേശത്തിന്റെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പോലും അവഗണിച്ചാണ് അമേരിക്ക പ്രവർത്തിച്ചത്. ഒരു കൂട്ടാളിയെ ഉപയോഗിച്ച് സ്വന്തം ലാഭം വർദ്ധിപ്പിക്കുകയും ആവശ്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖം കൂടിയാണ്. അറബ് ജനതയ്ക്ക് ഇത് വെറും സുരക്ഷാ പ്രശ്നമല്ല, ഇത് അവരുടെ സ്വാഭിമാനത്തിനും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലുള്ള വിശ്വാസ്യതയ്ക്കും നേരെയുള്ള കനത്ത പ്രഹരമാണ്. ജനാധിപത്യം, നീതി, മനുഷ്യാവകാശം എന്നീ വാക്കുകൾ കേൾക്കുമ്പോൾ മാത്രം വാചകങ്ങളായി നിറയുന്ന പ്രസംഗങ്ങൾ ലാഭം കുറഞ്ഞാൽ ഉപേക്ഷിക്കുന്ന രാഷ്ട്രീയ കുതന്ത്രമായി മാറിയിരിക്കുന്നു. അമേരിക്കയുടെ ഈ സമീപനം ലോകം മുഴുവൻ അറബ് രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾ ശക്തരാകുമ്പോൾ മാത്രം കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ അവർ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക അറബ് ജനതയെ ഉപേക്ഷിച്ച സംഭവം എന്നതിലപ്പുറം ലോകരാഷ്ട്രീയത്തിൽ വിശ്വാസ്യത തകർത്ത ഒരു ഘട്ടമാണ്. ഇത് വെറും ഒരു പ്രദേശത്തിന്റെ പ്രശ്നം മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾക്ക് തങ്ങൾ ആരെ വിശ്വസിക്കണം, ആരോടൊപ്പം നിൽക്കണമെന്നത് സംബന്ധിച്ചുള്ള പുതിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന സംഭവം കൂടിയാണ്. അറബ് ലോകം വർഷങ്ങളായി സമാധാനത്തിനും നീതിക്കും വേണ്ടി പോരാടുകയാണ്. എന്നാൽ അമേരിക്കയുടെ ഈ കുതന്ത്രം അവരുടെ പോരാട്ടത്തെ ദുർബലമാക്കാനും വിഭജിക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമം കൂടിയാണ്. ഒരു കൂട്ടാളിയെ പോലും സംരക്ഷിക്കാത്ത ശക്തി മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വിശ്വസിക്കുന്നത് എത്ര വഞ്ചനാപരമാണെന്ന് ദോഹയിലെ ആക്രമണം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുന്നു. ഇനി ലോകം ചിന്തിക്കേണ്ട സമയമാണ് ആഗതമായിരിക്കുന്നത്. മനുഷ്യാവകാശം പറയുന്ന രാഷ്ട്രങ്ങൾ യഥാർത്ഥത്തിൽ എത്രത്തോളം നീതിയും ഉത്തരവാദിത്വവും പാലിക്കുന്നു എന്ന പ്രസക്തമായ ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ലാഭത്തിനായി സ്വന്തം കൂട്ടാളികളെ പോലും വഞ്ചിക്കുന്ന സാമ്രാജ്യത്വ രാഷ്ട്രീയത്തെ എത്ര കാലം നിങ്ങൾക്ക് സഹിക്കാനാകും? ദോഹയിലെ ആക്രമണം ഈ ചോദ്യങ്ങൾക്ക് ശക്തമായ ഉത്തരം നൽകുകയാണ്. അവസാനമായി പറയുകയാണെങ്കിൽ, ഇസ്രായേലിന് വേണ്ടി അറബ് ജനതയെ ചതിച്ചാണ് അമേരിക്ക പ്രവർത്തിച്ചിരിക്കുന്നത്. ദോഹയിൽ നടന്ന ആക്രമണം, അതിന് നൽകിയ നിശബ്ദ സമ്മതം ആഗോള രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിന്റെ നഗ്നമായ മുഖമാണ്. ഇത് അറബ് ജനതയ്ക്ക് മാത്രം നേരെയുള്ള അനീതിയല്ല, ലോകമൊട്ടാകെ നീതിയുടെയും വിശ്വാസ്യതയുടെയും മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യുന്ന ഘട്ടമാണ്. ഈ ചതി ഒരിക്കലും മറക്കാനാകില്ല. ലോകം ഇതിന് മറുപടി പറയേണ്ടത് തന്നെയുണ്ട്.